ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വചനങ്ങളെ അടിസ്ഥാനമാക്കി ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ചിന്താവിഷയം മാമോദിസയിലൂടെ ക്രിസ്തുവിലെ സ്വത്വബോധം എന്നുള്ളതാണ്. ഐഡന്റിറ്റി ഇൻ ക്രൈസ്റ്റ് മാർക്ക്ഡ് ബൈ ബാപ്റ്റിസം. ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന കുറിവാക്യം 3-ാം അധ്യായം 3-ാം വാക്യം. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാരുടെ പ്രമാണിയായ നിക്കോദിമോസ് എന്ന മനുഷ്യൻ രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വരുന്നതാണ് ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം. ന്യായപ്രമാണത്തിലും പാരമ്പര്യത്തിലും അഗാധമായ അറിവുണ്ടായിരുന്നിട്ടും ആത്മീയമായ ഒരു ശൂന്യത അവൻ അനുഭവിച്ചിരുന്നു. അവനോടാണ് യേശു വീണ്ടും ജനനത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഈ ഭാഗവുമായി ബന്ധപ്പെടുത്തി 3 ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, പഴയ സ്വത്വത്തിൽ നിന്നുള്ള വിടുതൽ, ലിവിങ് ദ ഓൾഡ് ഐഡന്റിറ്റി. നിക്കോദിമോസ് തൻ്റെ പദവിയിലും പാരമ്പര്യത്തിലുമാണ് അതുവരെ ജീവിച്ചിരുന്നത്. എന്നാൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ഇതൊന്നും പോരാ എന്ന് യേശു വ്യക്തമാക്കുന്നു. ജലത്താലും ആത്മാവിനാലും ജനിക്കുക എന്നാൽ നമ്മുടെ പഴയ പാപസ്വഭാവങ്ങളെയും ലൗകികമായ സ്വത്വങ്ങളെയും മാമോദിസ മുങ്ങുന്നതിലൂടെ വെള്ളത്തിൽ അടക്കം ചെയ്യുക എന്നാണ് അർത്ഥം. 2. ക്രിസ്തുവിലുള്ള പുതിയ സൃഷ്ടി, ന്യൂ ക്രിയേഷൻ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലുള്ള പുതിയ സൃഷ്ടി. മാമോദിസ എന്നത് കേവലം ഒരു ചടങ്ങല്ല, മറിച്ച് ക്രിസ്തുവിനോടുള്ള നമ്മുടെ ഒരുമിച്ച് ചേരലാണ്. മാമോദിസയിലൂടെ നാം ക്രിസ്തുവിൻ്റെ മരണത്തോടും പുനരുത്ഥാനത്തോടും പങ്കാളികളാകുന്നു. അവിടെ നമ്മുടെ പഴയ ഐഡന്റിറ്റി മാറുകയും നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന പുതിയ സ്വത്വബോധത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. 3. ആത്മാവിനാലുള്ള വഴി നടത്തൽ, ലെഡ് ബൈ ദ സ്പിരിറ്റ്. ആത്മാവിനാലുള്ള വഴി നടത്തൽ. കാറ്റ് എങ്ങോട്ടടിക്കുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയില്ല, എന്നാൽ അതിൻ്റെ ചലനം നാം അറിയുന്നു. അതുപോലെ മാമോദിസയിലൂടെ ക്രിസ്തുവിൽ പുതിയ സ്വത്വബോധം പ്രാപിച്ച ഒരു വ്യക്തിയുടെ ജീവിതം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതായിരിക്കും. നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ലോകത്തിനനുസരിച്ചല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ ആത്മാവിന് അനുസരിച്ചായിരിക്കണം. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്ത് നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. നാം മാമോദിസ മുങ്ങി ക്രിസ്തുവിൻ്റെതായി തീർന്നവരാണ്. എന്നാൽ ഇന്ന് നമ്മുടെ സ്വത്വബോധം എന്തിലാണ്? നമ്മുടെ പണത്തിലോ പദവിയിലോ ലൗകിക ബന്ധങ്ങളിലോ ആണോ, അതോ ക്രിസ്തുവിലാണോ? മാമോദിസയിലൂടെ നമുക്ക് ലഭിച്ച ആ വലിയ പദവിയെ, ദൈവമക്കൾ എന്ന സ്വത്വത്തെ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കണം. ക്രിസ്തുവിനെ പോലെ ചിന്തിക്കാനും ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കാനും ഈ നോമ്പുകാലം നമ്മെ ഒരുക്കട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ ജീവനുള്ള ദൈവമേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മാമോദിസയിലൂടെ അങ്ങയുടെ മക്കളാക്കി മാറ്റി ക്രിസ്തുവിൽ ഞങ്ങൾക്കൊരു പുതിയ സ്വത്വം തന്നതോർത്ത് നന്ദി പറയുന്നു. ഈ നോമ്പുകാലത്ത് ഞങ്ങളുടെ പഴയ സ്വഭാവങ്ങളെ വെടിഞ്ഞ് പൂർണ്ണമായും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾ വീണുപോകാതെ ഞങ്ങളുടെ ക്രിസ്തീയ സ്വത്വബോധം കാത്തുസൂക്ഷിക്കാൻ അടിയങ്ങളെ ശക്തീകരിക്കണമേ. രോഗികളായിരിക്കുന്നവരെയും പ്രയാസപ്പെടുന്നവരെയും അവിടുന്ന് കൃപയാൽ പൊതിയണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.